നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ എവിക്ഷൻ എപ്പിസോഡിൽ ലാലേട്ടൻ പ്രധാനമായും ചർച്ച ചെയ്തത് ജിസേൽ ആര്യൻ പ്രശ്നത്തെക്കുറിച്ചായിരുന്നു. ജിസേലിനോട് ലാലേട്ടന് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിസേലിൻ്റെ മറുപടി, ഇവൻ എന്നോട് മിണ്ടുന്നില്ല, ഞാൻ അടുത്ത് പോയപ്പോൾ അവന് പ്രശ്നം, പിന്നീട് ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, അവർ തമ്മിലാണ് സംസാരിക്കാറ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ആര്യൻ പറഞ്ഞത്, ലാലേട്ടാ, എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കിടക്കുമ്പോൾ ജിസേൽ വന്നു. അവളാണെങ്കിൽ വല്ലാതെ ശബ്ദം ഉണ്ടാക്കി ഇറിറ്റേറ്റ് ചെയ്യും. ലക്ഷ്മി ആണെങ്കിൽ ഒന്നും പറയില്ല. അതേപോലെ തന്നെ ലക്ഷ്മി അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം എന്തോ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും ഉറങ്ങി, വീണ്ടും എന്തോ പറഞ്ഞു, വീണ്ടും ഉറങ്ങി. അപ്പോൾ ജിസേൽ പിണങ്ങി പോവുകയായിരുന്നു. ലക്ഷ്മി പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ജിസേൽ പറയുമ്പോൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും എന്ന് പറഞ്ഞതാണ് ജിസേലിന് പിന്നീട് പ്രശ്നം ഉണ്ടായത്. ജിസേൽ അപ്പോൾ തന്നെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ആര്യനുമായി വഴക്കുണ്ടാക്കിയിരുന്നു. എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം എപ്പിസോഡിൽ തന്നെ കാണിച്ചതാണ്. ആര്യൻ ബെഡിൽ കിടക്കുമ്പോൾ ജിസേൽ അടുത്ത് പോയിരുന്നിട്ട്, നിനക്ക് എന്നെ പറ്റില്ല, ലക്ഷ്മിയെയാണ് പറ്റുന്നത് എന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ജിസേലെ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, എന്നെ ഒന്ന് വിട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ജിസേൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നീ എന്നെ കളിയാക്കി, നിനക്ക് ലക്ഷ്മിയോടാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഫാമിലിയൊക്കെ വന്നു പോയതിന് ശേഷം എല്ലാവരുടെയും ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആര്യന് പ്രത്യേകിച്ച് മനസ്സിലായിട്ടുണ്ട് പുറത്ത് നെഗറ്റീവാണ് വരുന്നത് എന്ന്. അകത്തും അതേപോലെ തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നലത്തെ എപ്പിസോഡിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. എന്തായാലും ഇന്നലെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജിസേൽ പുറത്തായി എന്ന വാർത്തയാണ്. അതുപോലെ തന്നെ ജിസേൽ ഔട്ടായോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡ് വരെ നമ്മളതിന് കാത്തിരിക്കണം. എന്തായാലും ഇന്നൊരു എവിക്ഷൻ നടക്കുന്നുണ്ട്. അത് ജിസേൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു വീഡിയോ വിട്ട് കാണാം.